ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി ചെയ്ത് നോക്കാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഞാനിത് ഷെയർ ചെയ്യുന്നു. ഞാനിവിടെ പ്രോൺസ് ബിരിയാണിയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ പ്രോൺസ് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായി ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വയ്ക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വെളിച്ചെണ്ണ, ഇതെല്ലാമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 സവാള, മീഡിയം സൈസിലുള്ള സവാള മതി. പിന്നെ 2 തക്കാളി, പകുതി ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി അരിഞ്ഞു മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ സമയം ബിരിയാണി അരി നമുക്ക് കഴുകി ഊറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് ആ കപ്പിൽ വേണം വെള്ളം അളന്നെടുക്കാനും. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഞാനിവിടെ 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. വിസിൽ വന്ന് പ്രഷർ നന്നായി പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുവരെ കുക്കറിൽ ബിരിയാണി ചെയ്തിട്ടില്ലാത്തവർക്കായി ഞാനിത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.